ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയോ? കോവയ്ക്ക പീര പറ്റിച്ചത്. നമ്മൾ മീൻകറിയൊക്കെ മത്തിയൊക്കെ പറ്റിക്കത്തില്ല, അതേപോലത്തെ നല്ല രുചിക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കോവയ്ക്ക പീര പറ്റിച്ച്. നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോവയ്ക്കയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു 250 ഗ്രാം കോവയ്ക്ക, ഒരു പകുതി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്, ഒരു 10-12 ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക് അത് ഞാൻ ചതച്ച് വെച്ചാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 കഷ്ണം കുടംപുളി വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നത്, ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സാധനം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും കളഞ്ഞിട്ട് വലുതാണെങ്കിൽ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് വിളഞ്ഞതാണ് ഇതേപോലെ അങ്ങോട്ടായിരിക്കുക. നല്ല കഴിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിളുക്കുന്ന ഒരു ഐറ്റമാണ് ഈ കോവയ്ക്ക എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ലെങ്കിൽ ചുമ്മാ ആരും കിടക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് അരിഞ്ഞ് വെച്ചാൽ മതി. ഇതുപോലെ നീളം കൂടുതലാണ് 2ആയിട്ട് മുറിച്ച് എടുക്കുക. നീളം കുറവാണെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നായിട്ട് തന്നെ ഇതുപോലെ മുറിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞ് വെക്കണം. ഇപ്പോൾ കോവയ്ക്കയെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 250 ഗ്രാം കോവയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ചുമ്മാ പച്ചക്കൊക്കെ ഒരുപാട് ഇത് തിന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്നതിൻ്റെ വിധമൊക്കെ ഒരുപാടുപ്പെട്ടവർക്കൊക്കെ അറിയാം കേട്ടോ. എന്നാലും അറിയാൻ പറ്റവർക്കൊക്കെ ഒന്ന് കാണിക്കൂ. നമ്മൾ ചട്ടിക്കകത്താണ് ഇത് ചെയ്യുന്നത്. മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയില്ല, ആ ചട്ടി കുറച്ച് കൊച്ചുള്ളിയാണ്. അത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്, ഒരു 10-12 ഉണ്ട്. അതിങ്ങനെ ചട്ടിക്കകത്തിട്ട് ഇത്ര ഇഞ്ചി കുറച്ച് മതി. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതുകൂടെ 2 പച്ചമുളക് എരിവിന് ആവശ്യമായത്. പച്ചമുളക് ഞാൻ ചതച്ചാണ്. അടുത്തായിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്, ഒരു തേങ്ങയുടെ പകുതി. നമുക്കിനി അടുത്തായിട്ട് പൊടി ഐറ്റമൊക്കെ ഇതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി. നമുക്കിതിനൊരു പുളി വേണം. പീര വറ്റിക്കുന്നതിന് മീൻ പീര വറ്റിക്കുമ്പോൾ അറിയാമല്ലോ, കുടംപുളിയൊക്കെ ഇട്ടാണ് പീര വറ്റിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 2 കുടംപുളി ഇതിനകത്തിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടിടാം. അപ്പോൾ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന ഞാൻ ഇത് നല്ല പോലെ ഒന്ന് ഞരടി എടുക്കാം, കൈ കൊണ്ടൊന്ന് ഞരടി എടുക്കാം. എല്ലാം ഒന്ന് ഓടാട്ടെ, ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ കോവയ്ക്കായും കൂടെ ഇതിൻ്റെ അകത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കായും കൂടെ നമ്മൾ, അപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ അത് ഇതനുസരിച്ച് ഇത് കുറച്ചുകൂടെ കൂടുതൽ വേണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാക്കിലേക്കുള്ള മാത്രമേ നമ്മൾ കരുതിയിട്ടുള്ളൂ. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കുക. നേരത്തെ പുളി ഇട്ടിരുന്ന വെള്ളമാണിത്. ആ വെള്ളം നമ്മൾ ശകലം തളിച്ചു കൊടുക്കുക. ഇതേപോലെ കൈക്കങ്ങ് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂട പറ്റിച്ച പോലൊക്കെ ഇരിക്കും. അപ്പോൾ ഈ കോവയ്ക്കൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ പീരയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്കൊരല്പം വെള്ളം കൂടെ ഒഴിക്കാം. കാര്യം കോവയ്ക്ക ഒന്ന് വേകണ്ടേ, ആ രീതിയിൽ. എന്നാൽ ഒത്തിരി വെള്ളം വേണ്ടതാണ്, ചെറുതായിട്ട് ഇതുപോലെ കണ്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോവയ്ക്ക ഇതുപോലെ ഉടഞ്ഞു പോകാല്ലേ, കാര്യം അത് വേകുമ്പോഴത്തേക്ക് റെഡി ആയിക്കണം, പിന്നെ അത് ഉടച്ചു പോകാല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് പുരട്ടി എല്ലാം കൂടെ വെക്കുക. നമ്മൾ മീൻ സാധാരണ പുരട്ടുന്ന പോലെ തന്നെ പുരട്ടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ അമ്മിക്ക് അങ്ങോട്ട് വെക്കുക. ഇതേപോലെ അമ്മിക്ക് അങ്ങോട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കോവയ്ക്ക പീര വറ്റിക്കാൻ എല്ലാ ചേരുവകൾ ചേർത്തിട്ടുണ്ട്. ഇനി അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് റെഡിയാക്കിയേക്കാം. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് റെഡിയാക്കുക, അത് അടുപ്പ് ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. ഐശ്വര്യമായിട്ട് നമ്മൾ തട്ടിയൊക്കെ കൊണ്ട് വെക്കാം. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ കോവയ്ക്ക പീര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വാഴയില വെച്ച് അങ്ങോട്ട് മൂടാം. ഇതുപോലെ ചെറിയ വാഴയില വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇതിൻ്റെ അകത്തോട്ട് വെക്കാം.
അപ്പം തീ ഒരു മീഡിയം രീതിയിൽ തീ നിന്നാൽ മതി. ഒരു 20 മിനിറ്റ് എങ്കിലും അടുപ്പത്തിരിക്കണം, എന്നാലേ അത് വേഗത്തുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അത് മൂടി വെക്കാം. വടിയിരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. നമ്മൾ തീ ഒന്നും കൂട്ടിയല്ല, മീഡിയം രീതിയിലാണ് തീ വെച്ചിരിക്കുന്നത്. മീൻ പറ്റിക്കുന്നതിൻ്റെ ആ മണമുണ്ടല്ലോ, ആ കറക്റ്റ് അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അടിക്കത്തും പിടിച്ചിട്ട് ഒന്നുമില്ല. ഇതേപോലെ ഇരിക്കണം കേട്ടോ വെള്ളം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ കാര്യം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഈ വാഴക്കകത്ത് ഈ ഇലച്ചോറൊക്കെ ആയാലും കണ്ടില്ലേ, നല്ല ടേസ്റ്റല്ലേ. ഈ വാഴക്കകത്താകുമ്പോൾ നല്ല രുചിയാണ്. തീർച്ചയായിട്ടും വാഴക്കകത്തൊക്കെ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കാം. നമുക്കറിയാമല്ലേ, പച്ചക്കറിക്കെന്ന് പറഞ്ഞാൽ അധികം വേവില്ലാത്തതല്ലേ, പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ തീ കുറച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കിരുന്നാൽ മതി. ആ ഒരു 10 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ പെതുക്കെ ഇളക്കി കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക പീര റെഡിയാവും. ഇനി ഇത് കഴിച്ചിട്ട് വേണം ഇച്ചിരി സാധനം കൂടെ ഒക്കെ ചേരാറുണ്ട്. ഇതുകൂടെ കഴിച്ചിട്ട് നമുക്ക് അതുകൂടെ ചേർക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മൊത്തം ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഓ കൈ പുള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണ്ടവരുണ്ട്, പുളി കൂടുതൽ, അങ്ങനെ അതൊക്കെ നമ്മുടെ പാകത്തിന് അങ്ങ് ചെയ്യുന്നുള്ളൂ. ഒരു തന്മയത്വം, അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഇതെല്ലാം പാകത്തിന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് നിർത്താം. ഇപ്പം ഗ്യാസ് നിർത്തി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിൻ്റെ മേലോട്ട് മാറ്റിയിടുക. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ എൻ്റെ മുകളിലോട്ട് മുഴുവൻ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് നിർത്തിയിട്ടുണ്ട്. ഈ വാഴല വെച്ച് ഒന്നുകൂടെ മൂടി വെക്കാം. ഇനി തീയൊന്നും കത്തിക്കണ്ട, ഓഫ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഒരു 1-2 മിനിറ്റ് ചുമ്മാ അങ്ങ് ഇരിക്കട്ടെ. തീ കത്തിക്കൊന്നും വേണ്ട. അടുപ്പത്ത് വാങ്ങി വെച്ചിട്ട് 1-2 മിനിറ്റ് ഇങ്ങിട്ട് ഇരുന്നാൽ മതി. വിളമ്പാറാകുമ്പോഴത്തേക്കും കൊടുത്തു നല്ല ടേസ്റ്റ് കിട്ടും ഈ കറിക്ക്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതെ, അപ്പോൾ നമ്മളെ കോവയ്ക്ക പീര പറ്റിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മീനിൻ്റെ മണം ഇല്ലേ? മീൻ അതിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഐശ്വര്യമായിട്ട് ആ മീനിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഒന്നും നോക്കാനൊന്നുമില്ല, കറക്റ്റ് അത് തന്നെ മീൻ പീര പറ്റിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ എടുത്ത് കഴിച്ചു നോക്ക്. ഞാനെന്തോ കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, അടിച്ചു പൊളിച്ചു. അത് തന്നെ, അതാണ് ഇത്. ഇപ്പം ഈ നോയമ്പുകാരൊക്കെ അല്ലേ, അവർക്കൊക്കെ ഈ വെജിറ്റബിളിലൊക്കെ കാണിക്കുന്ന ഇഷ്ടമല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ട ഞാനിപ്പോൾ ഇത് ചെയ്തത്. കാര്യം ഇറച്ചി മീനൊന്നും കൂട്ടത്തില്ലല്ലോ ഇപ്പം നോയമ്പായതുകൊണ്ട്. അപ്പം അത് നല്ല ടേസ്റ്റ് തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തു. ഈ മീനൊക്കെ വില കൂടുന്ന സമയമുണ്ടല്ലോ, അന്യ വില, നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ വിലയുണ്ട്. ചില സമയത്ത് ഈ ട്രോളിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് മീൻ കിട്ടത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയായിരിക്കും. ആ സമയത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. മീനിൻ്റെ രുചിക്ക് ഒരു കോവയ്ക്ക മീൻ കറി
പീര പറ്റിച്ചത് എങ്ങനെയുണ്ട്? നല്ല രുചിയാട്ടോ. ഇപ്പോൾ ഒരു പലർക്കും അറിയാം ചെറിയ ആറ്റുമീനും പറ്റിക്കുന്നത്. ഈ ചൂടയും ആറ്റുമീനും ഒക്കെ മത്തിയൊക്കെ പീര പറ്റിക്കത്തില്ല. അതേ രുചി തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റാരൊക്കെ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കും. പലർക്കും അറിയാം, പല അമ്മമാർക്കും ഒക്കെ അറിയത്. അപ്പം നല്ല രുചിക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും അത് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കണം. വേറെ രൂപമായിട്ട് വരാം. നല്ല അടിപൊളി ഒരു കോവയ്ക്ക പീര പറ്റിച്ചത് എല്ലാവരും ചെയ്ത് നോക്കുക.